തെളിനീർ പെയ്തിറങ്ങും യാത്ര.
ആദ്യമായി തന്നെ എല്ലാ ശാലോം പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. ഈശോയുടെ ജനനം ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ക്രിസ്മസ് കടന്നു വരുന്നു. ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ വീണ്ടും അനുസ്മരിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ കോറിയിട്ട ഈ ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ പല പ്രവാചകന്മാരിലൂടെ പ്രഘോഷിപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ദൈവം നമ്മോടുകൂടിയാകുന്ന വലിയൊരു അനുഭവമാണ്. മേഘപാളികൾക്കപ്പുറമുള്ള ഒരു ദൈവമല്ല, മറിച്ച് നമ്മോടൊപ്പം വസിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് കാലിത്തൊഴുത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. ഈ തിരുനാൾ നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മൾ ഒറ്റക്കല്ല, മറിച്ച് ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പല വ്യക്തികളും ഈ ദൈവം നമ്മോടുകൂടെ എന്നുള്ളൊരു യാഥാർത്ഥ്യം അനുഭവിച്ചറിഞ്ഞവരാണ്. അതിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നത്. പഴയ നിയമത്തിൽ അവർ കണ്ണുകൊണ്ട് കണ്ടില്ല എങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചറിയുകയും ചെയ്യുന്ന ദൈവം നമ്മോടുകൂടെ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ക്രിസ്മസ് ഈ നൂറ്റാണ്ടിൽ എന്നെയും നിങ്ങളെയും നയിക്കുന്നത്. നിദ്രയിലാണ്ടിരുന്ന ഈ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നീ ശങ്കിക്കേണ്ട, പരിശുദ്ധ കന്യകാമറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നീ ശങ്കിക്കേണ്ട, കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ദൈവം നമ്മുടെ കൂടെ എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഔസേപ്പിതാവിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇതേ യാഥാർത്ഥ്യം തന്നെ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മോശയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈജിപ്തിൽ നിന്നും വലിയൊരു കൊലയാളിയായിട്ട് കടന്നു വരുന്ന മോശയെ ദൈവം വിളിക്കുകയാണ്. പറയുന്നുണ്ട്, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പക്കലേക്ക് നീ കടന്നു ചെല്ലുക, അവരെ മോചിപ്പിക്കുക, കാരണം അവളുടെ രോദനം എൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവം മോശയെ ശക്തനാക്കിക്കൊണ്ട് ഈജിപ്തിലേക്ക് വിടുവാനായിട്ട് തയ്യാറാകുമ്പോൾ മോശ ഒരു സംശയം ചോദിക്കുന്നുണ്ട്, ഈ ഒരു ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാൻ എങ്ങനെയാണ് അവരെ മനസ്സിലാക്കി കൊടുക്കുക? ഏതൊരു ദൈവമാണ് എന്നെ അയച്ചത് ഞാൻ എങ്ങനെയാണ് അവരോട് പറയുക? ദൈവം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംസാര പാഠവുമില്ലാത്ത മോശയെ ദൈവം ഒരു സ്കൂളിലേക്കോ ഒരു കോളേജിലേക്കോ അയക്കുന്നില്ല. സംസാര ശക്തി കിട്ടുവാനോ വാക്ചാതുര്യം കിട്ടുവാനോ എങ്ങും ദൈവം മോശയെ അയക്കുന്നില്ല. മറിച്ച് മോശയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്നുള്ളൊരു വാക്കുകൾ മാത്രമാണ്. ഈ അനുഗ്രഹവുമായിട്ടാണ് മോശ ഈജിപ്തിലെ ഫറവോൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ ആ യാഥാർത്ഥ്യം അർത്ഥവത്താക്കിക്കൊണ്ട് മോശ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നുണ്ട്. വീണ്ടും ജോഷുവയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മോശയുടെ മരണശേഷം ദൈവം ജോഷുവയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ജനതയുടെയും മുൻപിൽ നീ തലകുനിക്കില്ല, ഒരു ജനതയ്ക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം എങ്ങനെയായിരുന്നു ഞാൻ മോശയുടെ ഒപ്പം, അതുപോലെ നിൻ്റെ ഒപ്പം ഞാനുണ്ടായിരിക്കും. നിൻ്റെ കരങ്ങളെ ഞാൻ മുറുകെ പിടിക്കും. നീ പോകുന്നിടത്തൊക്കെ ഞാനുണ്ടാകും, നീ ആയിരിക്കുന്നിടത്തൊക്കെ ഞാനുണ്ടായിരിക്കും. നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. അങ്ങനെ മോശയുടെ ദൗത്യം ദൈവം ജോഷുവയെ ഏൽപ്പിക്കുകയാണ്. ജോഷുവായും തിരിച്ചറിഞ്ഞു ദൈവം അവൻ്റെ ഒപ്പമുണ്ട്. ഈ ബോധ്യം, ഈ കരുതൽ, ഈ യാഥാർത്ഥ്യം വീണ്ടും ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ജോഷുവ സന്നദ്ധനായിട്ട് മാറി. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗിദെയോൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ഇസ്രായേൽ ജനത മിദ്യാൻകാരുടെ കരങ്ങളിൽപ്പെട്ട് അടിമകളായിട്ട് ജീവിക്കുന്ന നിമിഷത്തിൽ ഈ ജനതയെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം ഗിദെയോനെ തിരഞ്ഞെടുക്കുകയാണ്. ഗിദെയോനാകട്ടെ മിദ്യാൻകാരുടെ കണ്ണിൽ പെടാതിരിക്കുവാനായിട്ട് മുന്തിരിച്ചക്കിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ ദൂതൻ ഗിദെയോനെ പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ദൈവം നിന്നോടുകൂടെയുണ്ട്. ഗിദെയോൻ അത്ഭുതപ്പെട്ടു പോയി, ഈ പേടിച്ച് കഴിയുന്ന എന്നോടൊപ്പം എന്തിനാണ് ദൈവമുണ്ടെന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ട്, ദൈവം നിന്നോടുകൂടെയുണ്ട്, നിന്നെ ദൈവം ഇതാ നിയോഗിക്കാനായിട്ട് പോകുന്നു ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാനായിട്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗിദെയോൻ ഇസ്രായേൽ ജനതയെ മിദ്യാൻകാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ വലിയൊരു പരമ്പര, വലിയൊരു യാഥാർത്ഥ്യം പല വ്യക്തികളും യാഥാർത്ഥ്യമായിട്ട് മാറി അവരനുഭവിച്ചറിഞ്ഞു. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്
ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുക എന്നുള്ളതിലേക്കാണ്. ഇതൊരു അനുഭവമാണ്, ഇതൊരു ആഘോഷമല്ല. ആഘോഷമായിട്ട് മാറുകയാണെങ്കിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് 25-ാം തീയതി അസ്തമിക്കുമ്പോൾ അത് അവസാനിക്കും. എന്നാൽ ഒരു അനുഭവമായിട്ട് മാറുമ്പോൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒന്നാണത്. മരണം വരെ നമ്മോടൊപ്പം ഉണ്ടാകേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. കാരണം ദൈവം ഇന്നോ നാളെയുള്ളവരല്ല, മറിച്ച് എന്നും നമ്മോടൊപ്പം വസിക്കുന്നവൻ, സഹവസിക്കുന്നവൻ. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ ജനനം നമുക്കൊരു അനുഭവമായിട്ട് മാറൂ. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ തിരുനാളാണ്. സന്തോഷത്തിൻ്റെ തിരുനാളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സന്തോഷത്തിൻ്റെ ആദ്യത്തെ സന്ദേശം കേൾക്കുന്നത് ഇടയന്മാരാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്തോഷത്തിൻ്റെ തിരുനാൾ ആദ്യം എത്തുന്ന ഇടയന്മാർക്കാണ്. എന്തുകൊണ്ടാണ് ഇടയന്മാർക്ക് ആദ്യമായിട്ട് എത്തിയത്? അവർക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇടയന്മാരെന്ന് പറയുന്നത് ക്ഷമയുടെ പ്രതീകമാണ്. രാവും പകലും മഞ്ഞും വെയിലും മഴയുമെല്ലാം കൊണ്ടുകൊണ്ട് തങ്ങളുടെ ആടുകളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് അവർ. എന്നാൽ ആടാകട്ടെ ഒരിക്കലും ക്രമപ്പെടാത്ത, ഒതുങ്ങാത്ത, മെരുങ്ങാത്ത മൃഗങ്ങളുടെ പ്രതീകമാണത്. നമുക്കറിയാം, സർക്കസ് കൂടാരങ്ങളിൽ ഒത്തിരി മൃഗങ്ങളുണ്ട്. പക്ഷേ ആടിനെ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം ഒരിക്കലും മെരുങ്ങാത്ത, അനുസരിക്കാത്ത ഒന്നായിട്ടാണ് ആടിനെ കണ്ടിരിക്കുന്നത്. ആർക്കും അതിനെ മെരുക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഇതിനെ മെരുക്കുവാനായിട്ട് ഒരു ഇടയൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം ക്ഷമയുടെ, തീക്ഷ്ണതയുടെയൊക്കെ ആധിക്യമാണ് ആ വ്യക്തിക്കുള്ളത്, എന്തുമാത്രം ഉത്തരവാദിത്വമാണ് ആ വ്യക്തിക്കുള്ളത്. ഒരിക്കലും പിഴയ്ക്കാത്ത വലിയൊരു ദൗത്യമായിട്ടാണ് ഇടയൻ ആടിൻ്റെ ഒപ്പം നടന്നു നീങ്ങുന്നത്. ഈ ഇടയന്മാരുടെ പക്കലേക്ക് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം, ആദ്യത്തെ സന്ദേശം, സന്തോഷത്തിൻ്റെ സന്ദേശം എത്തുമ്പോൾ അർത്ഥമാക്കേണ്ടത് ഇതാണ്. ക്ഷമയും തീക്ഷ്ണതയും ആർദ്രതയുമുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. മറിച്ച് എടുത്തിയാടുന്ന, ക്ഷമയില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ഒരിക്കലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. അതാണ് പഴയ നിയമത്തിൽ ഗിദെയോൻ്റെ പക്കലേക്ക് ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അന്തിച്ചുപോയി. എങ്ങനെയാണ് പേടിച്ചരണ്ട് കഴിയുന്ന ഈ എൻ്റെ പക്കലേക്ക് ദൈവം കടന്നു വരിക? അവനൊരിക്കലും ചിന്തിക്കാനായിട്ട് സാധിച്ചില്ല. മോശയ്ക്കും പറ്റിയത് അതാണ്. കാരണം ഏറ്റവും വലിയൊരു കൊലയാളിയായിട്ട് ഈജിപ്തിൽ നിന്ന് കടന്നു വന്ന മോശയുടെ പക്കലേക്ക് ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. കാരണം ഏറ്റവും വലിയൊരു പാപിയാണ് ഞാൻ, ഈ പാപിയായ എൻ്റെ പക്കലേക്ക് എങ്ങനെയാണ് ദൈവം കടന്നു വരിക? എന്നാൽ ദൈവം തേടുന്നത് പാപിയെയാണ്. അവനെയാണ് ഈശോ ദൈവം കൈപിടിച്ചുകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പക്കലേക്ക് പോകുക എന്ന് പറഞ്ഞയക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആദ്യത്തെ സന്ദേശം കടന്നു വരുന്നത് ഇടയന്മാർക്കാണ്. കാരണം ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെയൊക്കെ പ്രതീകമാണ് അവർ. വീണ്ടും ക്രിസ്മസ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ തിരുനാളാണ്. എന്താണ് സമാധാനത്തിൻ്റെ തിരുനാളെന്ന് പറയുന്നത്? നല്ല മനസ്സിൻ്റെ, നല്ല പ്രവൃത്തിയുടെ, നല്ല ചിന്തയുടെയൊക്കെ ഉടമകളായിട്ട് മാറുക. അവർക്ക് മാത്രമേ സമാധാനമുണ്ടാകൂ. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ നല്ല മനസ്സിൻ്റെയോ, നല്ല പ്രവൃത്തിയോ, നല്ല ചിന്തയുടെയൊക്കെ ഉടമകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നില്ല. സ്വാർത്ഥതയുടെ ചട്ടക്കൂട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നമുക്ക് അന്യമായിട്ട് മാറുകയാണ്. ഒരിക്കൽ ഒരു വലിയ മനോഹരമായ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റുകളെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ഒരു കടയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ബാലൻ, ഇവനെ കണ്ടുകൊണ്ട് ഒരു യുവതി ഈ കടയിലേക്ക് കയറി. ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ ആ ഗിഫ്റ്റുകളിലേക്കൊക്കെ മാറി മാറി നോക്കി സന്തോഷിക്കുന്ന ഇവൻ്റെ മനസ്സ് കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി ഏതൊരു പാവപ്പെട്ട വീട്ടിലൊരു ഒരു മകനായിരിക്കാം ഇവനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ സ്ത്രീ ഈ കടയിലേക്ക് ആനയിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നീ തിരഞ്ഞെടുക്കുക. അവൻ ആദ്യം തന്നെ അവിടെ തിളങ്ങി കിടന്നൊരു നക്ഷത്രം ഇവൻ കയ്യിലാക്കി. തൊട്ടടുത്ത് ഒരുക്കി വെച്ചിരുന്ന ഒരു മനോഹരമായ കേക്ക് ഇവൻ കയ്യിലാക്കി. ഇതെല്ലാം ഈ സ്ത്രീ വളരെ സ്നേഹത്തോടെ ഇവന് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഭവനത്തിലേക്ക് പോവുക. ഇവനെ തിരിച്ചു വിടുന്ന മാത്രത്തിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ബാലൻ ചോദിച്ചു, അങ്ങാണോ ഈശോ? അങ്ങാണോ ഈശോ? എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അവനിൽ നിന്ന് കടന്നു വന്നത്? കാരണം നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് ആ സ്ത്രീ മാറിയപ്പോൾ ആ സ്ത്രീയിൽ അവൻ കണ്ടെത്തിയത് ഈശോയുടെ മുഖമാണ്. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, കർത്താവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നല്ല മനസ്സാണ്, നല്ല ചിന്തയാണ്, നല്ല പ്രവൃത്തിയാണ്. അവിടെ ഓർക്കുക, ഈശോയുടെ ജനനം നമ്മളിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറും. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയുന്ന വലിയൊരു അനുഭവമായിട്ട് മാറും. ഞാനിന്ന് നിങ്ങളോട് ഈ സന്ദേശം പങ്കുവയ്ക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ്, മരുഭൂമിയുടെ മണ്ണിൽ നിന്ന്. ഇവിടെയും എല്ലാ ദേവാലയങ്ങളും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരോൾ സംഘങ്ങളായിട്ട് കർത്താവിൻ്റെ ജനനം പ്രഘോഷിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളായിട്ട് പലരും പല കുടുംബങ്ങളിലേക്ക് ക്രിസ്മസ് പപ്പായുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ
നാട്ടിലെ അതേ അനുഭവം ഇവിടുത്തെ ജനങ്ങളും അനുഭവിച്ചറിയുകയാണ്. ക്രിസ്മസ് ഇവിടെ ഒരിക്കലും അന്യം നിന്ന ഒന്നല്ല, മറിച്ച് കേരളത്തിൻ്റെ അതേ തനിമയോടുകൂടി ഇന്നും ഇവിടെയും ജനത ഈ കർത്താവിൻ്റെ ജനനം ആഘോഷിക്കുകയാണ്. എല്ലാ ദേവാലയങ്ങളും മനോഹരമായിട്ട് അലങ്കരിച്ച് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വ്യക്തികളും അതിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് എമിറേറ്റ്സിൻ്റെ ഓരോ റോഡ് വീതികളിലൂടെ നമ്മൾ കടന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി അലങ്കാരങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ തൂക്കിയിട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് കേരളമെന്ന് പറയുന്ന യാഥാർത്ഥ്യം അന്യം നിന്നിട്ടില്ല എന്നുള്ള വലിയൊരു ഓർമ്മയാണ് നമുക്ക് ഈ മരുഭൂമി നമുക്ക് തരുന്നത്. ഈ മരുഭൂമിയിലും ക്രിസ്മസിൻ്റെതായ തനിമയോടെ ആഘോഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒത്തിരി വ്യക്തികളുടെ നല്ല മനസ്സിൻ്റെ കാരണം കൊണ്ടാണ്. നല്ല മനസ്സുള്ള ഒത്തിരി വ്യക്തികൾ ഇന്നും ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ജാതിമത ഭേദമന്യേ ഇന്ന് ഇവിടെയും ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് കൃപയായത്. അല്ലെങ്കിൽ എല്ലാം അന്യം നിന്ന് ഒന്നായിട്ട് ഈ നാട് മാറിയേനെ. ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണാധികാരികൾ നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറിയത് കൊണ്ടാണ്, എല്ലാത്തിനും അവർ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഒരു മതത്തെ മാറ്റിവെക്കാതെ എല്ലാത്തിനും നിറഞ്ഞ മനസ്സോടെ അവർ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവം നമ്മുടെ കൂടെ എന്നുള്ള അനുഭവം തീർച്ചയായിട്ടും അവർക്കുണ്ട് എന്നുള്ളതിലൊട്ടും സംശയമില്ല. ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ തുറക്കപ്പെടാത്ത വാതിലിൻ്റെ ഓർമ്മയാണ്. നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ കന്യാമറിയ ഔസേപ്പിതാവും എല്ലാ വാതിലുകളിലും പോയി മുട്ടി കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട്. പക്ഷേ ഒരു വാതിലുകളും തുറക്കപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ പുത്രൻ്റെ മുൻപിൽ പോലും എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട ഒരു അനുഭവം. അവസാനം കാലിത്തൊഴുത്തിലേക്ക് ഒതുങ്ങേണ്ട ഒരു ജന്മമായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ മാറുന്നു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒത്തിരി തുറക്കപ്പെടാത്ത വാതിലുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഒത്തിരി പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നമ്മളെ നിന്ന് മുട്ടുന്ന ഒത്തിരി വാതിലുകൾ. എന്നാൽ പലതും അത് അടയ്ക്കപ്പെടാറുണ്ട്. എന്നാൽ ഓർക്കുക, ദൈവം നമുക്കായിട്ടൊരു സ്ഥലം നമുക്കായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. ദൈവത്തിന് തൻ്റെ പുത്രനെ ഒരുക്കി കൊടുക്കുവാനായിട്ട് സാധിച്ച ഒരു കാലിത്തൊഴുത്താണെങ്കിൽ അതിനേക്കാളും മനോഹരമായൊരു സ്ഥലം തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം നമുക്കുണ്ടെങ്കിൽ, അത് നെഞ്ചോടി നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കായിട്ടും ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവത്തിൻ്റെ പുത്രനെ ഇതേ ദൈവം തന്നെ രാജാവാക്കി മാറ്റിയെങ്കിൽ നമ്മുടെ മുൻപിൽ അടയ്ക്കപ്പെടുന്ന എല്ലാ വാതിലുകളും അടഞ്ഞാലും ഈ ദൈവത്തിന് നമ്മളെ കൈപിടിച്ചുയർത്താൻ സാധിക്കും. അതാണ് വിശുദ്ധരെന്നും പറയുന്നുണ്ട്, നീ ദൈവത്തിൽ ആശ്രയിക്കുക, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. ഈശ്വര ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാലിത്തൊഴുത്തിൽ ജനിച്ചവനിത അവസാനം രാജാവായിട്ട് മാറുന്നുണ്ട്. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? കാലിത്തൊഴുത്തിൽ പിറന്നവനോടാണ് അരമനയിൽ പിറന്ന പീലാത്തോസ് ചോദിക്കുന്നത്. അതവൻ്റെ ഭയപ്പാടാണ്, അവൻ്റെ ഭീതിയാണ്. കാരണം ദൈവത്താൽ ഉയർത്തപ്പെടുന്നവരാണ് ക്രിസ്തു കടന്നു വരുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചവൻ, ദൈവവും പിതാവും തമ്മിലുള്ള ശക്തമേറിയ ബന്ധത്തെയാണ് വിശുദ്ധരഥം പ്രഘോഷിക്കുന്നതെങ്കിൽ ആ ബന്ധത്തിൻ്റെ പരിണിത ഫലമാണ് പീലാത്തോസ് ചോദിച്ചത്, നീ രാജാവാണ്. കാരണം ദൈവത്തിൻ്റെ കരങ്ങളാൽ ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ ആർക്കും അതിനെ താഴ്ത്താനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ എപ്പോഴാണ് ഈ രാജാവായിട്ട് മാറിയത്? വീണ്ടും നമ്മൾ കാലുവരി മലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നില്ലായ്മയിലാണ് തൻ്റെ രാജ്യം ഈശോ സ്ഥാപിക്കുന്നത്. വീണ്ടും കർത്താവ് സ്ഥാപിച്ച രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് അതിർത്തിയോ അതിർവരമ്പോ ഇല്ല. വീണ്ടും ഈ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ രാജാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രശസ്തിയോ കീർത്തിയോ ഇല്ല. മറിച്ച് എല്ലാവരും ത്യജിക്കപ്പെട്ട് എങ്കിലും രാജാവായിട്ട് നിലകൊള്ളുന്നവൻ. കാരണം ഈ രാജ്യത്തിൻ്റെ അതിർത്തിയും അതിർത്തി വരുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒന്നാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാനം. എപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ ഈ ദൈവരാജ്യത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയങ്ങളായിട്ട് മാറുന്നത്? ദൈവം നമ്മോട് വസിക്കുമ്പോൾ അതിൻ്റെ അതിർത്തിയും അതിർവരമ്പും നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകും. വീണ്ടും ഈ രാജാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ തിന്മ ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുന്നില്ല, മറിച്ച് അവനെ ദൈവം വീണ്ടും നെഞ്ചോട് ചേർക്കുകയാണ്. അവൻ്റെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് അവനെ സ്വന്തമാക്കി മാറ്റുന്ന രാജാവിനെയാണ് വിശുദ്ധൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്നേഹം കൊണ്ട് എല്ലാത്തിനെയും നേരിട്ടു, നല്ല ചിന്ത കൊണ്ട് എല്ലാത്തിനെയും നേരിട്ടു, നല്ല പ്രവൃത്തി കൊണ്ട് എല്ലാത്തിനെയും കണ്ടുമുട്ടി. ഈ മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറുമ്പോൾ ഓർക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ ഈശോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുഞ്ഞു രാജാക്കന്മാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. കാരണം നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറുകയാണ്. ഈ ദൈവരാജ്യത്തിലേക്കാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രണേതാക്കളും ഭക്താക്കളുമായിട്ട് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമാധാനത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. അതിലുപരി ദൈവം നമ്മോടുകൂടെ എന്നുള്ള യാതൊരു നമ്മൾ അനുഭവിച്ചറിയണം. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഈ ലോകമെമ്പാടും ഇത് ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്നത് ഇങ്ങനെയാണ്, നീ നല്ല മനസ്സിൻ്റെ ഉടമയായിട്ട് മാറുക. അവിടെ എൻ്റെ ജനനം, എൻ്റെ സാമീപ്യം എന്ന് നിന്നോടൊപ്പം ഉണ്ടാകും. ആകയാൽ ഈ ജനനത്തിനുള്ളിൽ നമുക്ക് ഒരുങ്ങാം. അതിലുപരി
ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്ന് അവസാനിക്കാതെ മറിച്ച് മരണം വരെ നമ്മോടൊപ്പം നീളുന്നൊരു അനുഭവമായിട്ട് മാറുമ്പോൾ എന്നും നമ്മൾ ക്രിസ്മസ് ആയിട്ട് മാറും. അപ്പോൾ നല്ല പ്രവൃത്തിയുടെയും നല്ല ചിന്തയുടെയും നല്ല മനസ്സിൻ്റെയും ഒക്കെ ഉടമകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അപ്പോഴാണ് ലോകം മുഴുവൻ ശാന്തിയും സമാധാനവും വിതറുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ആകയാൽ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ ദൈവം നമ്മളെ ഓരോരുത്തർ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ക്രിസ്മസ് നമ്മുടെ ഏറ്റവും വലിയ മറക്കാത്തൊരു അനുഭവമായിട്ട് മാറുവാൻ തമ്പുരാൻ നിങ്ങൾ ഓരോരുത്തർ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര